കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നവംബർ മാസം 23, 2025 എന്നുള്ള ദിനത്തിൽ വിശുദ്ധ സഭായോഗമായി കൂടി വരുവാൻ കർത്താവ് തന്ന വലിയ കൃപയോർത്ത് നന്ദിയോടെ സ്തോത്രം. 2025 നവംബർ മാസം ഈ ദിവസം വരെയും ദൈവം നമ്മെ സൂക്ഷിച്ചു. ആണ്ടിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയും കർത്താവിൻ്റെ കൃപ നമ്മോട് കൂടെയിരുന്നു. ഇനിയുള്ള ദിനങ്ങളിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്ന് നമ്മൾ വിശ്വസിക്കുന്നു. അതിന് വിപരീതമായി സംഭവിച്ചാലും ഇത് ദൈവഹിതമെന്ന് ചിന്തിക്കുന്നവരായി നമ്മൾ സ്തോത്രമായി തീർന്നിരിക്കുന്നു. അതോർത്ത് നന്ദിയോടെ സ്തോത്രം. പണ്ടുകാലങ്ങളിൽ ഭക്തന്മാർ ജീവിച്ചതുപോലെ, ഭക്തന്മാർ കർത്താവിനെ ആരാധിച്ചതുപോലെ ആ അനുഭവങ്ങളെല്ലാം ഇന്ന് മാറ്റപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഒരു മോഡേൺ സിസ്റ്റത്തിലേക്ക് നമ്മൾ മാറ്റപ്പെട്ടിരിക്കുക. ഹല്ലേലൂയ. ലൈഫ് സ്റ്റൈലെല്ലാം മാറി. അത് ആത്മീക ജീവിതത്തെയും സാരമായി ബാധിച്ചു എന്നാണ് ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. സ്തോത്രം സ്തോത്രം സ്തോത്രം. പണ്ടുകാലങ്ങളിൽ ദൈവസഭ കൂടി വന്ന് ആത്മാവിൽ ആരാധിച്ച് ബലപ്പെട്ട് ശക്തിപ്പെട്ട് അവർ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരുന്ന അനുഭവങ്ങൾ അനേക ഭക്തന്മാർ പറഞ്ഞു കേട്ടതും കേട്ടറിഞ്ഞതും കുറച്ചൊക്കെ കണ്ടനുഭവിച്ചതുമായ അനുഭവങ്ങളുടെ സമ്പത്ത് എനിക്കുണ്ട്. അത് വിഷയം പറയുക. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ ചർച്ചുകളും ഇന്ന് കാണുന്ന ഈ പാരമ്പര്യ ബന്ധക്കോ സമൂഹങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ ഒത്തിരി അകന്നുപോയി എന്ന് വേദനയോടെ ഓർക്കട്ടെ ദൈവമക്കളെ. സ്തോത്രം. കാരണം ദൈവവചനത്തിനൊരു വ്യവസ്ഥയുണ്ട്, ഒരു പ്രമാണമുണ്ട്, ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻ ഉണ്ട്. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഒരു വ്യവസ്ഥയുള്ളതുപോലെ ഒരു വ്യക്തി കുറ്റം ചെയ്താൽ ആ വ്യവസ്ഥ അനുസരിച്ചാണ്. ഇത്രാം നമ്പർ വകുപ്പ് പ്രകാരം ഇന്ന വ്യക്തിക്ക് ഇന്ന ശിക്ഷ കൊടുക്കുന്നുവെന്ന് കോടതി ശിക്ഷ വിധിക്കുന്ന പതിവുണ്ട്. നമുക്കത് അറിയാം, ഞാൻ പറയാതെ നമുക്കറിയാം. എന്നതുപോലെ ദൈവവചനത്തിന് ഒരു വ്യവസ്ഥയുണ്ട്. ഇത് നമ്മൾ ചിന്തിക്കുന്ന പോലെയും നമ്മൾ പറയുന്ന പോലെയല്ല, ഇന്നത്തെ പാസ്റ്റർമാർ പറയുന്ന പോലെയൊന്നും അല്ല. എക്സ്പെഷ്യലി ന്യായപ്രമാണത്തിന് ചില പ്രമാണങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ പുതിയ നിയമത്തിനും വ്യവസ്ഥകളുണ്ട്, പ്രമാണങ്ങളുണ്ട്. അതിന് അപ്പോസ്തലന്മാരുടെ ഉപദേശം എന്ന് പറയും, ക്രിസ്തുവിൻ്റെ ഉപദേശം എന്ന് പറയും, പത്യവചനം പത്യോപദേശം എന്ന് പറയും. ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിൽ വിട്ടു പോകുന്ന ഒരുത്തനും ദൈവമില്ല, ദൈവരാജ്യവുമില്ല. അതെൻ്റെ ഭാഷ കൂടി ഞാൻ ചേർത്ത് പറയുക. ദൈവമില്ലാത്തൊരു ദൈവരാജ്യം ഇല്ലല്ലോ. അതുകൊണ്ടാണ് ഞാനങ്ങനെ പറഞ്ഞത്. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങളെ മനസ്സിലാക്കി മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വലിയ ചതിക്കുഴിയിൽ വന്ന് വീഴാനിടയായിത്തീരും. റോഡുകൾ മുഴുവൻ ചതിക്കുഴികൾ നമുക്ക് കാണാൻ കഴിയും. മഴ സമയത്താണ് അത് കൂടുതൽ രൂപപ്പെടുന്നത്. സൂക്ഷിച്ചു പോയില്ലെങ്കിൽ ടൂ വീലറൊക്കെ ഒരു അരയടി കുഴിയിലേക്കോ വന്ന് വീണ് കഴിഞ്ഞാൽ നടപൊടിയാനും ബൈക്ക് കേടാകാനും ഒക്കെ അത് മതി. എന്ന് പറഞ്ഞതുപോലെ ആത്മീയ കോളത്തിൽ ചതിക്കുഴികളുണ്ട്, ചതിക്കുഴികൾ. അത് ഓരോ വിശ്വാസിയും നന്നായി വചനത്തിലൂടെ ഗ്രഹിച്ച് മനസ്സിലാക്കി മുമ്പോട്ട് പോയില്ലെങ്കിൽ ഈ ചതിക്കുഴിയിൽ വന്ന് വീണ് അവരുടെ നിത്യത നഷ്ടമാകും എന്നെനിക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഹല്ലേലൂയ. 10-25 വർഷം നമ്മളിതൊന്നും അറിയാതെ ഒരു പൊട്ടനെ പോലെ ജീവിച്ച ഒരു അജ്ഞാത കാലം പെന്തക്കോസ്ത് ജീവിതത്തിലുണ്ടായിരുന്നു എന്നുള്ളതും വേദനയോടെ ഓർക്കുന്നു. എന്നാൽ അതിനുശേഷമായി ദൈവവചനം പഠിക്കാനും ഗ്രഹിക്കാനും നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തി അറിയായികൾ തെറ്റിപ്പോകുന്നു എന്ന് കർത്താവ് പറഞ്ഞു. അപ്പോൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയെയും തിരിച്ചറിഞ്ഞില്ലെങ്കിൽ നമ്മൾ തെറ്റിപ്പോകും. സൂക്ഷം. തെറ്റിച്ച് കളയാൻ ഇഷ്ടംപോലെ കള്ളപ്രവാചകന്മാരും ദുർഭ്രഷ്ടകന്മാരും ഈ ആത്മീയ കോളത്തിൽ ഉണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നായ്ക്കളെ സൂക്ഷിപ്പിൻ, ആകാത്ത വേലക്കാരെ സൂക്ഷിപ്പിൻ, വിച്ഛേദനക്കാരെ സൂക്ഷിപ്പിൻ. എപ്പോഴും പറയുന്ന പദമാണ്. ഫിലിപ്പി ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ആരത് സൂക്ഷിക്കുന്നില്ലയോ അവർ ചതിയിൽ വീണിരിക്കും. ഉറപ്പാ. നായ ആരാണെന്നും ആകാത്ത വേലക്കാരാരാണെന്നും വിച്ഛേദനക്കാരാരാണെന്നും ഇഷ്ടംപോലെ എപ്പിസോഡുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ടത്. ഇപ്പോൾ അത് പറയാൻ സമയം മുൻപിലില്ല. അതറിയണമെന്ന് ആഗ്രഹമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്താൽ, നിങ്ങൾ കമൻറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ലഭിക്കുന്നതായിരിക്കും. എൻ്റെ വാട്സപ്പിൽ അതുണ്ട്. ആ സബ്ജക്റ്റ് കൊടുത്തിട്ട് തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്.
നായ്ക്കളെ സൂക്ഷിപ്പിൻ, അകത്ത് വേലക്കാരെ വിച്ചതിനെ സൂക്ഷിപ്പിനെന്ന് ഹെഡിങ് ഇട്ടിട്ട് മെസ്സേജ് കൊടുത്തിട്ടുണ്ട്. അത് ഈ കള്ളപ്രവാചകന്മാർക്കും ദുരുപദേഷ്ടന്മാർക്കും എതിരായിട്ടുള്ള ശക്തമായൊരു മെസ്സേജാണ്. എനിക്ക് തോന്നുന്നു 10,000 പേരത് കണ്ടിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഏകദേശം. സ്തോത്രം. ഇനിയും അത് കണ്ടുകൊണ്ടിരിക്കുക, പലരും കേട്ടുകൊണ്ടിരിക്കുക. അതുകൊണ്ട് ദൈവമക്കൾ ഇതെല്ലാം നന്നായി മനസ്സിലാക്കി മുൻപോട്ട് പോയില്ലെങ്കിൽ നമ്മൾ വളരെ അബദ്ധത്തിൽ ചെല്ലുകയാണ്. ആത്മീയ ഗോളത്തിലെ ലൈഫ് സ്റ്റൈലൊക്കെ മാറി. പണ്ട് ജീവിച്ചിരുന്ന ലോക മനുഷ്യൻ്റെയും ആത്മീയ മനുഷ്യൻ്റെയും ദൈവമക്കളുടെയും ഒക്കെ ലൈഫ് സ്റ്റൈൽ പാടെ മാറി. എല്ലാം മാറി. ആഹാര രീതികൾ മാറി, പിന്നെ ജീവിത സ്റ്റൈലുകൾ മാറി, വസ്ത്രങ്ങൾ മാറി, ഹെയർ സ്റ്റൈൽ മാറി എന്ന് വേണ്ട A to Z വരെയുള്ള മനുഷ്യവുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ രീതികൾക്കും വ്യത്യാസം വന്നു. എന്നാലും ഞാൻ നോക്കിയപ്പോൾ ദൈവവചനത്തിൽ കാണുന്നു, ആകാശം ഭൂമി മാറിപ്പോയാലും വചനത്തിൻ്റെ ഒരു വള്ളിയെങ്കിലും പുള്ളിയെങ്കിലും മാറുകയില്ലെന്ന് കർത്താവ് പറയും. അത് മാറത്തില്ല. അത് മാറ്റാൻ നോക്കുകയാണ് പലരും. പക്ഷേ അവർ മാറിപ്പോകുന്നല്ലാതെ വചനത്തിൻ്റെ വ്യവസ്ഥയ്ക്ക് യാതൊരു മാറ്റവുമില്ല. യൂദയുടെ ലേഖനം 3-ാം വാക്യം ഒന്ന് വായിച്ചാൽ, യൂദയുടെ ലേഖനം 3-ാം വാക്യം. ആ വാക്യം നമുക്ക് തരുന്ന പഠനം വളരെ ശക്തമാണ്. അത് പലരും ഗ്രഹിക്കാത്ത പോലൊരു വചനമായിട്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട്. യൂദയുടെ ഒരൊറ്റ ലേഖനം ഉള്ളുവെങ്കിലും ഉൽപ്പത്തി മുതൽ വെളിപ്പാട് പോലുള്ള വിഷയത്തെ അപഗ്രഥിച്ച് യൂദ എഴുതിയിരിക്കുന്നതാണ്. എല്ലാവരും വായിച്ചു പഠിക്കണത്. വായിച്ച പ്രിയരെ, നമുക്ക് പൊതുവിലുള്ള രക്ഷയെക്കുറിച്ച് നിങ്ങൾക്ക് എഴുതുവാൻ സകല പ്രയത്നവും ചെയ്യുകയിൽ വിശുദ്ധന്മാർക്ക് ഒരിക്കലായിട്ട് പരമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസത്തിന് വേണ്ടി പോരാടേണ്ടതിന് പ്രബോധിപ്പിച്ചെഴുതുവാൻ ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഈ വാക്യം എത്ര പേരെ ഗ്രഹിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ദാസന്മാർക്ക് ഇത് അറിയത്തില്ല. ഇങ്ങനൊരു പുസ്തകത്തിൽ വാക്യമുണ്ടെന്ന് പോലും അറിയത്തില്ല. എനിക്കറിയാം ഒത്തിരി പേരെ. ഇതെവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചാൽ പറയത്തില്ല. ഞാൻ പറഞ്ഞു യൂദാ 3-ാം വാക്യമാണ്. വിശുദ്ധന്മാർക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസം, അതിന് വിശ്വാസ പ്രമാണം എന്നാണ് വേദപണ്ഡിതന്മാർ അതിനെക്കുറിച്ച് ശക്തമായി പഠിപ്പിക്കുന്നത്. ഞാൻ ഒത്തിരി പേര് പറയുന്നത് ഞാനത് കേട്ടിട്ടുണ്ട്. എന്നെ ദൈവവചനം പഠിപ്പിച്ച ദാസന് അത് തന്നെ വിശ്വാസ പ്രമാണം. വിശ്വാസം, നമുക്ക് കർത്താവിനോടുള്ള വിശ്വാസം വേറൊന്ന്, വിശ്വാസ പ്രമാണം വേറൊന്ന്. അപ്പോൾ ഇവിടെ പറയുന്നത് പുതിയ നിയമസഭയ്ക്ക് ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന കൃപായുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. 9 യുഗങ്ങളുണ്ടെന്ന് ഞാൻ നിങ്ങളെ ഗ്രഹിപ്പിച്ചിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. 9 യുഗങ്ങളുണ്ട്. ആ 9 യുഗങ്ങളിൽ നിഷ്പാപയുഗം, മനസാക്ഷി യുഗം, മാനുഷിക ഭരണയുഗം, വാഗ്ദത്ത യുഗം, ന്യായപ്രമാണ യുഗം, ഇപ്പോൾ ഇത് കൃപായുഗം, അത് കഴിഞ്ഞ് മഹോദ്രവ യുഗം, അത് കഴിഞ്ഞ് സഹസ്രാബ്ദ യുഗം, അത് 1000 ആണ്ട് വാഴ്ച, അത് കഴിഞ്ഞ് നിത്യയുഗം. അപ്പോൾ ഈ കൃപായുഗത്തിൽ ഒരിക്കലായി ഫലമേൽപ്പിച്ചിരിക്കുന്ന വിശ്വാസ പ്രമാണം, ക്രിസ്തുവിൻ്റെ പ്രമാണം, ക്രിസ്തുവിൻ്റെ ഉപദേശം, അത് ഒരിക്കലായി നമുക്ക് ഫലമേൽപ്പിച്ചിരിക്കുന്നതാണ്. 2000 വർഷങ്ങളായി പ്രമാണം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട്. നമ്മുടെ കയ്യിലെന്ന് പറഞ്ഞാൽ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത് അവർക്ക് കൊടുത്തു. നമ്മുടെ കയ്യിലൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അവിടെയാണ് ഏറ്റവും വലിയ അബദ്ധം. നമ്മൾ ഈ പറയുന്ന ഉപദേശം ദൈവം നമുക്ക് നേരിട്ട് തന്നതല്ലെന്ന് മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയണം. കാരണം കർത്താവ് വരുമ്പോൾ ഏകദേശം 2000 വർഷം മുമ്പ് വന്ന കർത്താവ് ഈ ഭൂമിയിൽ വന്ന് പറഞ്ഞ ഉപദേശങ്ങളാണ്. പിതാവിൽ നിന്ന് പ്രാപിച്ചെടുത്ത ഉപദേശങ്ങൾ അപ്പോസ്തലന്മാർക്ക് കൊടുത്തു. പിതാവേ, നീ എനിക്ക് തന്ന വചനം ഞാൻ അവർക്ക് കൊടുത്തു, നിൻ്റെ വചനം ഞാൻ അവർക്ക് കൊടുത്തിരിക്കുന്നു, നീ എന്നെ അറിയിച്ചതുപോലെ ഞാൻ അവരെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു, ഇവരുടെ വചനത്താൽ എന്നിൽ വിശ്വസിക്കാനിരിക്കുന്നവർക്ക് വേണ്ടി ഞാൻ അപേക്ഷിക്കുന്നു. ഉണ്ടോ? ഇത് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം നന്നായിട്ട് വായിച്ച് പഠിക്കണം. അപ്പോഴവിടെയാണ് ഈ ഭാഗങ്ങൾ കിടക്കുന്നത്. ഞാൻ വാക്യം എടുത്ത് പറയാൻ എനിക്ക് സമയമില്ല. ഞാൻ ഈ പറഞ്ഞ വാക്യങ്ങളെല്ലാം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലുണ്ട്. കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്ത്, അല്ലെങ്കിൽ പിതാവ് തിരഞ്ഞെടുത്ത് കർത്താവിന് കൊടുത്തെന്നും, പിതാവ് കർത്താവിനെ ഫലമേൽപ്പിച്ച വചനം അത് പുത്രൻ അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചുവെന്നും വളരെ വ്യക്തമായി കൃത്യമായി അപ്പോസ്തലനായ യോഹന്നാൻ അപ്പോസ്തലൻ അത് പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ അപ്പോസ്തലന്മാരുടെ കണ്ണിൽ അത് പെട്ടിട്ടില്ലെന്ന് എനിക്ക് തോന്നിപ്പോവുക. ആരും അത് പ്രസംഗിക്കാറില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം
ഒരു ഒരു ബഹുമാനപ്പെട്ട പാസ്റ്റർ, ഒരു സീനിയർ പാസ്റ്റർ പ്രസംഗിച്ച ചരിത്രം ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട്. എന്നേക്കൊരു വർഷം മുമ്പ് ഇദ്ദേഹം 17-ാം അധ്യായം പ്രസംഗിക്കുന്നു എന്ന് പറഞ്ഞൊരു അടിക്കുറിപ്പോടുകൂടി കാര്യങ്ങൾക്കെടുത്ത് പ്രസംഗിച്ചിട്ട് അതിലേക്ക് സബ്ജക്റ്റിലേക്കൊന്നും കയറാതെ ബോർഡറിൽ കൂടി കിടന്ന് കളിച്ചിട്ട് പുള്ളി ഇറങ്ങിപ്പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായി പുള്ളിക്കും ഇത് പിടികിട്ടിയിട്ടില്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം പിതാവാം ദൈവം യേശുക്രിസ്തുവിന് കൊടുത്ത ഉപദേശം യേശുക്രിസ്തു അപ്പോസ്തലന്മാരെ ഏൽപ്പിച്ചു. അവർക്ക് അവരുടെ എന്ന പദം ഏകദേശം എൻ്റെ ഓർമ്മ ശരിയെങ്കിൽ ഞാനത് കൃത്യമായിട്ട് എനിക്ക് പറയാനായിട്ടാണെങ്കിൽ ഞാൻ കൃത്യമായിട്ട് പറയാം. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ ഞാനതിനെക്കുറിച്ചൊക്കെ സെർച്ച് ചെയ്ത് ഒരു മെഷർമെൻറ്റ് നടത്തിയിട്ടാണ് ഈ പറയുന്നത്, ചുമ്മാ കിടന്ന് പറയുകയല്ല. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ എത്ര പ്രാവശ്യം കർത്താവ് ഇത് കൊടുത്തു എന്നുള്ളത് 42ഓളം പ്രാവശ്യം അവരോടുകൂടെ അവരിൽ അവരും അവരെ എന്ന പദം ഉപയോഗിച്ചിരിക്കുക. സാധാരണ ഭാഷന്മാർ പറയും വചനത്തിൽ ചില പദങ്ങൾ പല പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ ഗൗരവത്തെയാണത് കാണിക്കുന്നതെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഞാനത് കേട്ടിട്ടുണ്ട്. അത് ശരിയാണ്. വചനത്തിൽ പല പദങ്ങൾ പല പ്രാവശ്യം ഉരുവിടുമ്പോൾ പറയുമ്പോൾ ആ വിഷയത്തിൻ്റെ ഗൗരവത്തെയാണ് കാണിക്കുന്നത്. അപ്പോസ്തലന്മാരുടെ ഉപദേശം തേജോവധം ചെയ്തിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് എന്ന് ഞാൻ വേദനയോടെ പറയട്ടെ. അത് അറിയത്തില്ല, എന്തുവാണെന്ന് അറിയത്തില്ല, ആൾക്കാർക്ക് അറിയത്തില്ല. അത് പറഞ്ഞ് പഠിപ്പിച്ച ഒരു ശീലം ഈ കാലങ്ങളിൽ ഞങ്ങളിലൂടെയൊക്കെയാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് ഞാൻ വിശ്വസിക്കുക. അപ്പോസ്തലന്മാരുടെ ഉപദേശത്തെക്കുറിച്ച് ആധികാരികമായി ഞങ്ങളെപ്പോലെ ചിലർ പറയുന്നുണ്ട്, പല പാസ്റ്റർമാരും പറയുന്നുണ്ട്, ഇല്ലെന്നില്ല. ആധികാരികമായി അതിനെക്കുറിച്ച് ഞങ്ങൾ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ 2-3 എപ്പിസോഡിന് മുമ്പ് അതിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ആ പഠനത്തിലേക്ക് ആരും വരുന്നില്ല. എല്ലാവരും ആ ന്യായപ്രമാണത്തിൻ്റെ വ്യവസ്ഥിതി കിടക്കുക. സങ്കീർത്തനവും വെട്ടും കുത്തും ദാവീദും പിന്നെ ഹാമാനും എസ്തേറും മൊർദെഖായും പിന്നെ മല്ലനായ ഗോലിയാത്തും ദാവീദും എന്നു വേണ്ട വീരസാഹസ കഥകളൊക്കെ ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. തന്നിമിത്തം പുതിയ നിയമത്തെക്കുറിച്ച് വ്യക്തമായൊരു വെളിപ്പാട് കിട്ടാതെ ജനം നശിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങൾ ഇതൊക്കെ എടുത്ത് നന്നായി വായിച്ച് പഠിച്ച് മനസ്സിലാക്കണമേ എന്ന് പറഞ്ഞിട്ട് ഞാൻ വേഗത്തിൽ വിഷയത്തിലേക്ക് വരിക. സമയം മുൻപോട്ട് ഒത്തിരി പോയി. 10 മിനിറ്റാണ് മുഹോരവയ്ക്ക് വേണ്ടി ഞാൻ വെച്ചത്. എന്നാലും ചിലപ്പോൾ ഇത്തിരി കൂടിപ്പോകാറുണ്ട്. ദൈവമക്കൾ ക്ഷമിക്കുക. പത്രോസിൻ്റെ 1-ാം ലേഖനം 4-ാം അധ്യായമാണ് ഇന്നത്തെ നമ്മുടെ പഠന വിഷയം. 1 പത്രോസ് 4-ാം അധ്യായം 1 മുതൽ അവസാനം വരെയുള്ള 19 വാക്യങ്ങളാണ് ഇന്നത്തെ പഠന വിഷയം. ഈ ലേഖനം പത്രോസാണ് എഴുതിയതെങ്കിലും ഇതിൻ്റെ തൂലിക ചലിപ്പിച്ചത് സില്വാനോസ് മുഖാന്തരം ചുരുക്കത്തിൽ ഞാൻ എഴുതിയിരിക്കുന്നുവെന്ന് 1 പത്രോസ് 5-ന്റെ 12-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയും. ലേഖനം എഴുതാൻ പോലും ആ മനുഷ്യൻ അറിയില്ലെന്ന് പറഞ്ഞാൽ എന്താ നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്? ഇന്നത്തെ ബുദ്ധിരാക്ഷസന്മാർ ഇതൊക്കെ ഒന്ന് പഠിക്കണം. ബൈബിൾ സ്കോളേഴ്സ് ഇത് പഠിക്കണം. ബൈബിളിനെ കുറിച്ച് പഠിച്ച് PhD എടുത്ത് MTH എടുത്ത് BTH എടുത്ത് CTH എടുത്ത് മാസ്റ്റർ ബിരുദങ്ങൾ എടുക്കുന്ന ബിരുദധാരികൾ ഇതിനെക്കുറിച്ചൊന്ന് പഠിക്കണം. പത്രോസിനൊരു ലേഖനം എഴുതാൻ പോലും അറിയില്ലായിരുന്നു. പത്രോസ് പറഞ്ഞു കൊടുത്ത് സില്വാനോസ് എന്ന ശിഷ്യനാണ് ഇത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ എഴുത്തും വായന അറിയാതെ എങ്ങനെയാണ് ശുശ്രൂഷ ചെയ്യുന്നത്? അവിടെയാണ് അതിൻ്റെ വിഷയം. പത്രോസിനെ നേരിട്ട് ശുശ്രൂഷയാക്കിയ ചരിത്രം യോഹന്നാൻ്റെ സുവിശേഷം അവസാന അധ്യായങ്ങളിൽ നമുക്ക് കാണുന്നു. നീ എൻ്റെ ആടുകളെ മേയ്ക്കുക, എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക, എൻ്റെ ആടുകളെ പാലിക്കുക എന്ന് പറഞ്ഞ് 3 പ്രാവശ്യം കർത്താവ് നേരിട്ട് പത്രോസിനെ ശുശ്രൂഷ ഏൽപ്പിച്ചു. അങ്ങനെയാണ് പത്രോസ് ശുശ്രൂഷ ചെയ്യുന്നത്. അപ്പോൾ കർത്താവിൽ നിന്ന് ശുശ്രൂഷ ലഭിക്കാതെ ആർക്കും ശുശ്രൂഷ ചെയ്യാൻ കഴിയില്ലെന്ന് നമ്മളൊന്ന് പഠിച്ചെങ്കിൽ നന്നായിരുന്നു. അപ്പോൾ നിങ്ങളെന്നോട് ചോദിക്കും, ഇന്ന് ഇഷ്ടംപോലെ പേര് ശുശ്രൂഷ ചെയ്യുന്നുണ്ടല്ലോ. അവരൊക്കെ ചെയ്യുന്നുണ്ട്. അവർ കഞ്ഞി കുടിക്കാനും മക്കളെ പഠിപ്പിക്കാനും സ്വത്തുണ്ടാക്കാനും സാമ്പത്തികം വർദ്ധിപ്പിക്കാനും അവരുടെ പൊസിഷൻ ക്ലിയർ ആക്കാനും അവരുടെ ജഡത്തെ പോഷിപ്പിക്കാനും ഒക്കെ പലതും ചെയ്തുകൊണ്ടിരിക്കുക. അതാണല്ലോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്.
അതുകൊണ്ടാണല്ലോ ആത്മീയ ഗോളം ജീർണിച്ച് കിടക്കുന്നത്. അതുകൊണ്ടാണോ ആത്മീയ ഗോളം നശിച്ചുകൊണ്ടിരിക്കുന്നത്. പ്രത്യാശയില്ലാതെ ജനം മരിച്ച് നാശത്തിലേക്ക് പോകുന്നതിൻ്റെ കാരണം അതാണല്ലോ. പൗലോസ് 1 തീമോഥെയോസിൻ്റെ കൊലോസ് ലേഖനത്തിൻ്റെ അവസാന അധ്യായത്തിലെ 2 വാക്യം ഒന്ന് വായിക്കും. ഇപ്പോൾ ഇവിടെ വായിക്കും. കൊലോസ്യർ 1 അവസാനത്തെ 2 വാക്യം. ദൈവമാക്കി വെച്ച ശിഷ്യന്മാരുടെ ശുശ്രൂഷ എന്താണെന്ന് ഈ വാക്യത്തിലൂടെ നമുക്കൊന്ന് പഠിക്കാം. വായിച്ചാട്ടെ. നിങ്ങൾക്കിതൊക്കെ അറിയാമെങ്കിലും ഒന്നുകൂടി ഓർപ്പിച്ചുണർത്തുകയാണ് ചെയ്യുന്നത്. കൊലോസ്യർ 1 അവസാനത്തെ 2 വാക്യം. ഏതു മനുഷ്യനെയും, എനിക്കത് ആ വാക്യങ്ങളൊക്കെ കാണാതെ അറിയാം. ഇവിടെ അതൊന്നും വലിയ നിശ്ചയമില്ല, അതുകൊണ്ടാണ് താമസിക്കുന്നത്. ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടി ഉപദേശിക്കുക. മതി. അതാണ് ശുശ്രൂഷ. ബഹുമാനപ്പെട്ട പാസ്റ്റർമാരുടെ ശുശ്രൂഷ അതാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ചക്രവർത്തിയാകട്ടെ, മന്ത്രിയാകട്ടെ, തന്ത്രിയാകട്ടെ, SI ആകട്ടെ, MLA ആകട്ടെ, രാജാവാകട്ടെ, ഏത് കാറ്റഗറിയിൽപ്പെട്ടവനെയും ക്രിസ്തുവിൽ തികഞ്ഞവരാക്കി നിർത്തുക. അർത്ഥം കർത്താവിൻ്റെ വരവിലൂടെ ഒരുക്കി നിർത്തുക, ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവരാക്കി തീർക്കുക, നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കുക. ഇത് നടക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തു ശുശ്രൂഷ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എനിക്ക് ചോദിക്കാനുള്ള അവകാശമുണ്ടല്ലോ. ഇത് നടക്കുന്നില്ലെങ്കിൽ ഒരു പാസ്റ്ററുടെ ശുശ്രൂഷ എന്താണെന്നാണ് ഞാൻ ചോദിക്കുന്നത്. കഞ്ഞി കുടിക്കാനോ, മക്കളെ വളർത്താനോ, വീടുണ്ടാക്കാനോ? പിന്നെ എന്താ ശുശ്രൂഷ? പ്രാർത്ഥിച്ച് ആശുപത്രി കൊണ്ടു തട്ടാനോ, അവിടെ നിന്ന് വീട്ടിൽ കൊണ്ടു തട്ടാനോ, എയർപോർട്ടിൽ പോകാനോ, അവിടെ നാളെ എടുക്കാനോ? ഇതൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നേ. കർത്താവിൻ്റെ ഒരു യഥാർത്ഥ ശിഷ്യൻ, അല്ലെങ്കിൽ ഒരു ശുശ്രൂഷകൻ, അല്ലെങ്കിൽ ഒരു ഉപദേഷ്ടാവ്, എഫേസ്യ ലേഖനം 4:11 മുതൽ 16 വരെയുള്ള വാക്യത്തിൽ അവൻ ചിലരെ അപ്പോസ്തലന്മാരായി, ചിലരെ പ്രവാചകന്മാരായി, ചിലരെ സുവിശേഷകന്മാരായി, ചില ഇടയന്മാരായി, ഉപദേഷ്ടാക്കന്മാരായി നിയമിച്ചിരിക്കുന്നു. ഞാൻ എപ്പോഴും പറയുന്ന കാര്യങ്ങളാണ്. ദൈവം നിയമിച്ച് വെച്ചൊരു ഗ്രൂപ്പ് പുസ്തകത്തിൽ കിടപ്പുണ്ട്. എക്സ്പെഷ്യലി പുതിയ നിയമത്തിൽ എഫേസ്യർ 4:11 വാക്യത്തിൽ അതുണ്ട്. ദൈവം നിയമിച്ച് വെച്ചവരുടെ ശുശ്രൂഷ എന്താണെന്ന് അവിടെ പറയുന്നുണ്ട്. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവത്തിനെ കുറിച്ചുള്ള പരിജ്ഞാനത്തിലുള്ള ഐക്യതയും തികഞ്ഞ വൃക്ഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പ്രദായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കാനാണ് ദൈവം ആക്കി വെച്ചിരിക്കുന്നത്. അതെവിടെ നടക്കുന്നു? അങ്ങനെ ആക്കി വെച്ചില്ലെങ്കിൽ എന്ത് സംഭവിക്കും? അങ്ങനെ നാം ഇനി മനുഷ്യൻ്റെ ചതിയാലും ഉഭയത്താലും തെറ്റിച്ച് കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകാൻ തക്കോണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അലഞ്ഞുഴലുന്ന ശിശുക്കളായിരിക്കാതെ. ഇപ്പം ശിശുക്കളാണ്. വേദോസ്തവത്തിൻ്റെ ABCD അറിഞ്ഞൂടാത്ത ശിശുക്കളാണ് സഭയിൽ കിടക്കുന്ന മുഴുവൻ. 25 വർഷം ഞാനും അങ്ങനെയായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത്. കാരണം നമ്മളൊന്നും കാര്യങ്ങളൊന്നും പഠിപ്പിച്ചില്ല. അവർ കഞ്ഞിയൊക്കെ കുടിച്ചു, അന്തസ്സായിട്ട് കഞ്ഞിയും കുടിച്ചു, കുട്ടികളെ പഠിപ്പിച്ചു, അവരന്തസ്സായിട്ട് ജീവിച്ചു. നമുക്ക് ചക്കും ചുക്കും അറിഞ്ഞൂടാതെ പോയി. വചനം പഠിപ്പിക്കുന്ന യഥാർത്ഥ ശിഷ്യന്മാരുടെ കീഴിൽ ശിക്ഷപ്പെട്ടപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. അതുകൊണ്ടാണ് ദൈവമക്കളെ ഞാനിത് പറയുന്നത്. ആരെയും താഴ്ത്തിക്കെട്ടാനും അപകീർത്തിപ്പെടുത്താനൊന്നുമല്ല, യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിൽ തുറന്നു വയ്ക്കുകയാണ്. പത്രോസിന് ഒരു ലേഖനം എഴുതാനുള്ള എഴുത്തും വായനയും തനിക്കില്ല. അപ്പോൾ തന്നെ ദൈവം അവനെ ശുശ്രൂഷകനാക്കി വെച്ചു. ഞാൻ മുമ്പ് പല പ്രാവശ്യം ഇത് പറഞ്ഞിട്ടുണ്ട്, റിപ്പീറ്റ് ചെയ്യുന്നതിൽ ക്ഷമിക്കുക. സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ അവനാണ് കർത്താവ് കൊടുത്തത്. എഴുത്തും വായനയും അറിയാതെ സസ്തോനസിനെ കൊണ്ട് ലേഖനം എടുപ്പിച്ച പത്രോസിൻ്റെ കയ്യിലാണ് സ്വർഗരാജ്യത്തിൻ്റെ താക്കോൽ ദൈവം കൊടുത്തത്. അപ്പം ദൈവം അവരെ തിരഞ്ഞെടുക്കുന്നത് നമ്മുടെ അറിവ് കൊണ്ടോ, കഴിവ് കൊണ്ടോ, ഗുണം കൊണ്ടോ, മണം കൊണ്ടോ, ജാതി കൊണ്ടോ, ഭാഷ കൊണ്ടോ, നമ്മുടെ പ്രാഗൽഭ്യം കൊണ്ടോ, നമ്മുടെ യാതൊരു ക്വാളിറ്റിയും, യാതൊരു മനുഷ്യൻ്റെ കഴിവും ദൈവത്തിന് വേണ്ട. ഇനിയെങ്കിലും പെന്തക്കോസ്ത് സമൂഹം അത് മനസ്സിലാക്കണം. ദൈവത്തിന് എന്ത് മതി? ദൈവം പറയുന്നത് അങ്ങോട്ട് അനുസരിച്ചാൽ മതി. ഞാനതാ മനസ്സിലാക്കിയത്. അബ്രഹാമിനെ ദൈവം ഊരിൽ നിന്ന് വിളിച്ച് അനുസരിച്ചു. അബ്രഹാം ദൈവത്തെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. വിഗ്രഹാരാധിയായ അപ്പൻ്റെ മകനായ അബ്രഹാമും അവൻ്റെ അപ്പനും ഒക്കെ മൂത്ത വിഗ്രഹാരാധികളായിരുന്നു. അവസാനം ദൈവം അവനെ അനുഗ്രഹിച്ച് അവൻ ആരായി മാറി?
വിശ്വാസികളുടെ പിതാവായി തീർന്നു. അബ്രഹാമിനെ പ്രസംഗിക്കാത്ത പാസ്റ്റർമാരുണ്ടോ ഇന്ന്? ആ മനുഷ്യന്റെ ക്വാളിറ്റി എന്താണ്? കർത്താവ് പറഞ്ഞത് അനുസരിച്ചു. അതുപോലെ പത്രോസ്, യോഹന്നാൻ, യാക്കോബ്, യൂദ, അന്ത്രോസ് ആദ്യ ശിഷ്യന്മാരെ പലസ്തീൻ നാട്ടിൽ നിന്ന് കർത്താവ് വിളിച്ച് ഗലീല കടപ്പുറത്തുകൂടി കർത്താവ് നടന്ന് അവരെല്ലാം കണ്ട് അവരെ വിളിച്ച് വേർതിരിച്ച് ദൈവം അവരെ അഭിഷേകം ചെയ്ത് ദൈവം അവരെ ശുശ്രൂഷ ഏൽപ്പിച്ച് ദൈവം അവരെ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിച്ചു. ഇതാണ് ഒരു ശുശ്രൂഷകന് വേണ്ടുന്ന യോഗ്യത. ഇതില്ലാത്തവർ കട്ടയും പടവും മടക്കി വേറെ വല്ല പണിക്ക് പോകുന്നതായിരിക്കും നല്ലതെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അതുകൊണ്ട് പ്രയോജനമില്ല. അല്ലെങ്കിൽ എനിക്ക് അതിശയം തോന്നുക, ഏറ്റവും വലിയ മിറക്കിൾ ക്രൂസൈഡ് നടത്തിയ ആള് പത്രോസാ. പത്രോസിന്റെ ഷാഡോ തട്ടി രോഗികൾ സൗഖ്യമായ ചരിത്രം വേദപുസ്തകം നമുക്ക് തരുന്നുണ്ട്. മറ്റാരും പത്രോസിനൊപ്പം എത്തിയിട്ടില്ല. ഈവൻ പൗലൂസ് പോലും. ഉപദേശം പറയാനാണ് പൗലൂസിനെ ദൈവം തിരഞ്ഞെടുത്തത്. പത്രോസിനെയും ഉപദേശം, എല്ലാവരും ഉപദേശവും അത്ഭുതങ്ങൾ അടയാളങ്ങളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും നമുക്കിപ്പോൾ അത്ഭുതം അടയാളമൊന്നുമല്ല വേണ്ടത്. നമുക്ക് സ്വർഗരാജ്യത്തെത്താനുള്ള ഉപദേശം വേണം. ഉപദേശം, പത്യവചനം, പത്യോപദേശം. ഞാൻ ഇവിടെ കൽപ്പിച്ചതൊക്കെ പ്രമാണിപ്പാത്ത കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല യാതൊരു ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് പറഞ്ഞ ആ പഠനമാണ്, ആ വിഷയമാണ് നമുക്ക് വേണ്ടത്. കർത്താവ് കൽപ്പിച്ചതൊക്കെ ഉപദേശിച്ച് കർത്താവിൻ്റെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ കർത്താവിൻ്റെ ഒരു വേണ്ടി ശിഷ്യരാക്കുക. അത് ഇന്ന് സംഭവിക്കുന്നില്ല. സഭകളെ വാർത്തുണ്ടാക്കുന്നു, ശിഷ്യന്മാരില്ല. എൻ്റെ എന്നോട് ചോദിച്ചാൽ ഞാൻ പറയും, എല്ലാം മോശയുടെ ശിഷ്യന്മാരാ കൂടുതൽ. അവർ പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ ഇങ്ങനെ കാണുന്നു, അവരെല്ലാവരും ന്യായപ്രമാണ തൽപരരാകുന്നു. പ്രവൃത്തി 15-ൽ നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിയാത്ത നുകം പുതിയ ശിഷ്യന്മാരുടെ കഴുത്തിൽ കെട്ടിവെച്ച് ദൈവത്തെ പരീക്ഷിച്ചു കൊണ്ടിരിക്കുക പലരും. എന്താണ് ഈ നമുക്കും നമ്മുടെ പിതാക്കന്മാർക്കും ചുമക്കാൻ കഴിഞ്ഞിട്ടില്ലാത്ത നുകം? ന്യായപ്രമാണം. ന്യായപ്രമാണത്തിൻ്റെ പഠിപ്പിക്കലുകളാണ് ഇന്ന് കൂടുതലും നടക്കുന്നത്. ന്യായപ്രമാണ പുസ്തകത്തിലുള്ള പ്രസംഗങ്ങളാണ് ഇന്ന് കൂടുതലും നടക്കുന്നത്. PM ജോസഫ് IPCയിലെ കരുത്തനായൊരു പാസ്റ്റർ, അദ്ദേഹം മരിച്ചുപോയി. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ പ്രസ്ഥാനത്തിൽ സങ്കീർത്തനം, നമ്മുടെ പാസ്റ്റർമാർക്ക് സങ്കീർത്തനം ഇല്ലെങ്കിൽ പ്രസംഗം ഇല്ലെന്നാണ് പുള്ളി പറഞ്ഞത്. എത്രയോ സത്യം. സങ്കീർത്തന പുസ്തകത്തിലില്ലെങ്കിൽ അവർക്ക് പ്രസംഗമില്ല. അതിൻ്റെ അർത്ഥം അവരത് പഠിച്ച് മനഃപ്പാഠമാക്കി വെച്ച് പ്രസംഗിച്ചുകൊണ്ടിരിക്കുക. എന്നാൽ നിങ്ങൾ 109-ാം സങ്കീർത്തനം എങ്ങനെ പ്രസംഗിക്കും? എൻ്റെ ചോദ്യം. 55-ാം സങ്കീർത്തനം എങ്ങനെ പ്രസംഗിക്കും? അങ്ങനെ പല പല സങ്കീർത്തനങ്ങൾ ശാപസങ്കീർത്തനങ്ങളായി കിടപ്പുണ്ട്. അതൊക്കെ എങ്ങനെ പ്രസംഗിക്കും? ആ കാലഘട്ടത്ത് അവരത് എഴുതി വെച്ചത്, ആ കാലഘട്ടത്ത് അത് പ്രായോഗികമായിരുന്നു. ഞാൻ നിങ്ങളോട് കൽപ്പിച്ചതൊക്കെയും പ്രമാണിപ്പാൻ കൊണ്ട് ഉപദേശിച്ചുകൊണ്ട് സകല ജാതികളെയും ശിഷ്യരാക്കിക്കൊള്ളുവിനെന്ന് കർത്താവ് കൽപ്പന തന്നു കഴിഞ്ഞപ്പോൾ ആ കൽപ്പനയാണ് നമ്മൾ അനുസരിക്കേണ്ടത്. അതുകൊണ്ടാണ് യോഹന്നാൻ എഴുതി വെച്ചത്, ക്രിസ്തുവിൻ്റെ ഉപദേശത്തിൽ നിലനിൽക്കാതെ അതിലോട്ട് പോകുന്ന ഒരുത്തനും ദൈവമില്ല. ഇതൊക്കെ നമ്മുടെ ബഹുമാനപ്പെട്ട പാസ്റ്റർമാർ വായിച്ച് പഠിച്ചനുസരിച്ച് ഇനിയെങ്കിലും ഒരു മടങ്ങി വരവിലേക്ക് വരുവാൻ കർത്താവിൽ ഞാൻ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. 1 പത്രോസ് 4:1 ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചതുകൊണ്ട് നിങ്ങളും ആ ഭാവം തന്നെ ആയുധമായി ധരിപ്പി. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? ക്രിസ്തു ജഡത്തിൽ കഷ്ടമനുഭവിച്ചു. അതുകൊണ്ട് പത്രോസ് എന്താ പറയുന്നത്? നിങ്ങളും പുതിയ നിയമസഭയിലെ വിശ്വാസികളും എന്ത് ചെയ്യണം? അത് ആയുധമായിട്ട് ധരിക്കണം. പിശാചിനെതിരെ ഒരു ആയുധം. നമുക്കറിയാം, എഫേസ് ലേഖനം 6-ാം അധ്യായത്തിൽ ദൈവത്തിൻ്റെ സർവായുധ വർഗത്തെക്കുറിച്ച് പറയുന്നുണ്ട്. സത്യം അരയ്ക്ക് കെട്ടുക, നീതി എന്ന കവചം ധരിക്കുക, സമാധാന സുവിശേഷം കാലം ചെരുപ്പാക്കി, സകല ദുഷ്ടന്റെ തീയുമ്പുളി കെടുപ്പാറിനെ കൊണ്ട് വിശ്വാസം എന്ന പരിചയം, രക്ഷ എന്ന ശിരസ്ത്രവും, ദൈവവചനം എന്ന ആത്മാവിൻ്റെ വാളും, ഏതു നേരത്തെ ആത്മാവിൽ പ്രാർത്ഥിച്ചും 7 സർവായുധ വർഗം. ഞങ്ങളുടെ കൂടെയുള്ളൊരു അച്ചായൻ പറഞ്ഞു 6 എണ്ണേ ഉള്ളൂ എന്ന്. പറഞ്ഞ 7ാമത്തെ പുള്ളിക്കില്ല. അതുകൊണ്ട് പുള്ളിക്കില്ലാത്തതുകൊണ്ട് അത് 6 എണ്ണേ ഉള്ളൂ എന്ന് പുള്ളി അങ്ങ് സ്ഥാപിച്ചു. ഞാൻ പറഞ്ഞു 6 അല്ല 7 ഉണ്ട്, 7 അല്ല 8 ഉണ്ടെന്ന് പറഞ്ഞു. 8 ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ യൂട്യൂബിൽ മെസ്സേജ് ചെയ്തു, 8ാമത്തെ സർവായുധ വർഗം കഷ്ടത എന്ന ആയുധവർഗം വേണ്ടെന്നോ. ഇപ്പോഴും യൂട്യൂബിൽ കിടപ്പുണ്ട് ആ മെസ്സേജ്. പുള്ളിക്കത് വലിയ താല്പര്യമായി ബോധിച്ചു, അതുകൊണ്ട് പുള്ളി ഇട്ടതാ. നമ്മൾ ഈ വചനത്തിൽ കാണുന്ന കാര്യങ്ങൾ അത് അങ്ങനെ അല്ലെന്നും അങ്ങനെ ഇല്ലെന്നും പറയാൻ നമ്മൾ അങ്ങനെ പറയരുത്. അത് ശൈശവാവസ്ഥയാണ് ആ പറയുന്നത്.
ഒന്നും അറിഞ്ഞുകൂടാതെ വിളിച്ച് പറയുക, ചുമ്മാ വിളിച്ചങ്ങ് പറയുക. അതുകൊണ്ട് അങ്ങനെയുള്ള പൊട്ടത്തരങ്ങളൊന്നും ആരും വിളിച്ച് പറയരുത്. വചനത്തിലുള്ള കാര്യങ്ങൾ ഉള്ളവർ അതങ്ങനെയാണെന്ന് പറഞ്ഞാൽ അത് അംഗീകരിക്കാനുള്ളൊരു മനോഭാവം നമുക്കുണ്ടാകണം. ഈഗോ ഒന്നും ആരും വെച്ച് പുലർത്തൽ അതുകൊണ്ട് ഒരു ഗുണവുമില്ല. നമ്മൾ താഴേക്ക് പോകത്തേ ഉള്ളൂ. നമ്മുടെ കുറവുകളെ സംബന്ധിച്ച് നമ്മൾ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് മുമ്പോട്ട് പോകണം. അപ്പോൾ ഇവിടെ കഷ്ടത എന്ന ആയുധം ധരിപ്പി, പിശാചിനെതിരെയുള്ള ഒരു വലിയ ആയുധമായിട്ടാണ് ഇവിടെ പത്രോസ് ഈ വിഷയം പഠിപ്പിക്കുന്നത്. ഇന്നത്തെ ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാർ ഇതിനെ മറച്ചിട്ടിരിക്കുക. കഷ്ടത വേണ്ടെന്ന് പറയുന്നവരാ, കഷ്ടത ഇല്ലെന്ന് പറയുന്നതിനാ. എനിക്കറിയാം, ഒരു ഉപദേശി പറഞ്ഞത്, ഉപദേശി എന്നൊക്കെ വിളിക്കുന്നതന്നെ പാവമാണ്. ഒരു സഹോദരൻ പറഞ്ഞത് ഇങ്ങനെയാണ്: കള്ളപ്രവാചകൻ അല്ലെങ്കിൽ ദുരുപദേഷ്ടാവ് എന്ന് പറഞ്ഞാൽ അതായിരിക്കും വചനത്തിൻ്റെ ഭാഷ. അതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: കർത്താവ് നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ടു, ഇനി നാം എന്തിനാ കഷ്ടപ്പെടുന്നത്? എങ്ങനെയുണ്ട് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം? ഇതുപോലെ വികൃതമാക്കുന്ന ഈ ന്യൂ ജനറേഷൻ പാസ്റ്റർമാരെ കൊണ്ട് ഇന്നത്തെ ആത്മീയ ഗോളം നിറഞ്ഞു കിടക്കുകയാണ്. അതാണ് നമ്മുടെ ദൈവസഭകൾക്ക് പറ്റിയ ഏറ്റവും വലിയ മുല്ലിച്ചിരി. ഇവരെല്ലാം തെരഞ്ഞു പിടിച്ച് സഭയ്ക്ക് പുറത്താക്കി പടിയടച്ച് പിണ്ടം വെച്ചാലേ പുതിയ നിയമസഭ കർത്താവിൻ്റെ വരയിൽ പോകാനായിട്ട് ഒരുങ്ങത്തുള്ളൂ. അതിന് ആർജമുള്ള ആരെങ്കിലും ഉണ്ടോ? ഏട്ടമല ബാബു ജോണിനെ പാസ്റ്ററെ പോലെ ആർജമുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? അങ്ങനെയുള്ളവരുണ്ടാകണം. അങ്ങനെയുള്ളവർ എഴുന്നേറ്റ് വരണം. അതിനെ ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് കാണുന്ന ഈ കൾട്ടുകളെല്ലാം ദൈവം തുടച്ച് മാറ്റിയിട്ട് പുതിയ നിയമം ശക്തിയോടെ പ്രസംഗിച്ച് ജനത്തെ കർത്താവിൻ്റെ വരവിന് വേണ്ടി ഒരുക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷാവൃന്ദങ്ങളെ ഒരുക്കിയെടുക്കുവാനാണ് നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടത്. അല്ലാതെ ഈ ചപ്പനും ചവറിനും വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയൊക്കെ ഭക്തന്മാരും ഭക്തമതികളും അങ്ങോട്ട് നിർത്തിയിട്ട് ഇപ്പോൾ ഒരു ഒടുക്കത്തെ പ്രാർത്ഥനയുണ്ട്. മക്കളെ അനുഗ്രഹിക്കണം, അവരെ അനുഗ്രഹിക്കണം, ഇവരെ അനുഗ്രഹിക്കണം. പണ്ട് പഴയ നിയമത്തിൽ പറഞ്ഞു അല്ലേ, കുഴയ്ക്കുന്ന തൊട്ടിയും മാവും പട്ടിയും പൂച്ചയും എല്ലാം അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പ്രാർത്ഥനയൊക്കെ അങ്ങോട്ട് നിർത്തിയിട്ട് കർത്താവിൻ്റെ വരവിന് വേണ്ടി ജനത്തെ ഒരുക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷാവൃന്ദങ്ങളെ ദൈവം എഴുന്നേൽപ്പിക്കണമേ എന്ന് പറഞ്ഞ് ഇടപെടലില്ലാതെ സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അതാണ് നമുക്ക് ആവശ്യം. വചനത്തിൻ്റെ പൊരുളുകൾ തിരിച്ചു തരണം. വെളിവില്ലാത്ത, നമുക്കറിയാം, ധനകാര്യമന്ത്രിയായ ഷണ്ണൻ യെശയ്യാപ്രവചനം വായിച്ചുകൊണ്ട് പോവുക തേരിലിരുന്ന്. വല്ല ബോധമുണ്ടോ? ഒരു ബോധവും ഇല്ല. അനന്യാസ് കൂടെ നടന്ന് ദൈവം അവനോട് പറഞ്ഞു, നീ തേരിനോട് ചേർന്ന് നടക്കാൻ പറഞ്ഞു. അപ്പോൾ ഇവൻ വായിക്കുക, കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ. അപ്പോൾ അനന്യാസ് കൂടെ നടന്ന് കണ്ടിട്ട് തേരിൽ കയറി ഇരുന്നോളാൻ പറഞ്ഞു, പെർമിഷൻ കൊടുത്തു. ഈ കഷ്ടമനുഭവിക്കുന്ന പ്രവാചകൻ ആരാണെന്ന് ഈ ഷണ്ണൻ അറിയാമോ? ഷണ്ണൻ ആരാ? ഐസക് തോമസിനെ പോലെ ധനകാര്യമന്ത്രിയാ. ഒരു വക അറിയത്തില്ല. ഇന്നത്തെ പാസ്റ്റർമാരെ പോലെ എല്ലാവരും അല്ല ഈ പറയും, എല്ലാവരും അടച്ചു പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. നല്ലൊരു ഗ്രൂപ്പ് പാസ്റ്റർമാർക്ക് വചനം നന്നായിട്ട് അറിയാം, അവർ പ്രസംഗിക്കുന്നുള്ളൂ. ബഹുഭൂരിപക്ഷം ഒന്നും അറിയത്തില്ലെന്ന് തന്നെ ഞാൻ പറയുക. ചുമ്മാ കുറേ ബഹളം വെച്ചുകൊണ്ടിരിക്കുക. അവരെയാ ഞാൻ ലിസ്റ്റിൽപ്പെടുത്തി പറയുന്നത്. അപ്പോൾ ഫിലിപ്പോസ് ചോദിച്ചു, നിനക്ക് ഈ ആരാ ഈ പ്രവാചകൻ? അയ്യോ, ഒരുവൻ പൊരുൾ വിധിച്ചു തരാഞ്ഞാൽ എങ്ങനെ ഗ്രഹിക്കും? പിന്നെ എന്തിനാ ഈ വായിച്ചുകൊണ്ടിരിക്കുന്നത്? ആ വായിച്ചതൊരു നല്ല കാര്യമായിട്ട് ഞാൻ മനസ്സിലാക്കുക. പൊരുൾ അറിയില്ലെങ്കിലും വായിച്ചുകൊണ്ടിരിക്കുകയും പഠിച്ചുകൊണ്ടിരിക്കുകയും പൊരുൾ പറഞ്ഞു തരുമ്പോൾ അത് മനസ്സിലാക്കുകയും ഗ്രഹിക്കുകയും ചെയ്യുന്ന ശിഷ്യന്മാരാണ് നമുക്ക് വേണ്ടത്. ആ സ്തോത്രം. ഈ ഭക്തനായ മനുഷ്യൻ പൊരുൾ തിരിച്ചു കൊടുത്ത് അങ്ങനെ യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള സുവിശേഷം യെശയ്യാ പ്രവാചകനെ ആസ്പദമാക്കി പ്രസംഗിച്ചു. യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം കേട്ട് ഇങ്ങനെ പോകുന്ന വഴിയിൽ ആ സുവിശേഷത്തിൽ എന്തുണ്ടായി? രക്ഷാ സ്നാനം ഉണ്ടായി. എന്നാൽ വെള്ളം കണ്ടപ്പോൾ ഈ ഭക്തൻ പറഞ്ഞു, ഇതാ വെള്ളം, സ്നാനപ്പെടുന്നതിന് എന്ത് തടസ്സം? ഉടനെ ഫിലിപ്പോസ് ചോദിച്ചു, യേശു ക്രിസ്തു ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു നീ വിശ്വസിക്കുന്നുവോ? വിശ്വസിക്കുന്നവരെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനപ്പെടുത്തണമെന്നുള്ള ദൈവവചന വ്യവസ്ഥ പ്രകാരം അവനെ സ്നാനപ്പെടുത്തി. അതാണ് പ്രവൃത്തി പുസ്തകം നമുക്ക് തരുന്ന പഠനം. ഹല്ലേലൂയ. നോക്കി എത്ര മനോഹരമാണ്. അതുപോലെ പൊരുൾ അറിയത്തില്ലെങ്കിൽ, ഈ വചനത്തിൻ്റെ വ്യവസ്ഥ അറിയത്തില്ലെങ്കിൽ ശാന്തമായിട്ട് പ്രാർത്ഥിച്ച് അത് അറിവുള്ളവരോട് ചോദിക്കുക.
അല്ലെങ്കിൽ ദൈവസ്ഥലിൽ മുട്ടിപ്പായ അഭയാചന കഴിച്ച കർത്താവ് അത് വെളിപ്പെടുത്തി തരും. ചിലപ്പോൾ ദൈവദാസനായിരിക്കും കൂടെ അങ്ങോട്ട് അയക്കുന്നത്, ചിലപ്പോൾ ഹൃദയത്തിൽ പരിശുദ്ധാത്മ വെളിപ്പെടുത്തി തരും. ഇവിടെ സർവായുധവർഗം എന്നുള്ളത് പിശാചിനോടുള്ള പോരാട്ടത്തിൻ്റെ ഒരു ആയുധമാണ്, ശക്തമായൊരു ആയുധമാണ്. ഈ ആയുധമില്ലെങ്കിൽ നമുക്ക് സ്വർഗത്ത് പോകാൻ പറ്റില്ല തന്നെ. കാരണം കഷ്ടതയുടെ മർമ്മം എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം. എബ്രായ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 10-ാം വാക്യവും 5-ന്റെ 8-ഉം 9-ഉം വാക്യങ്ങൾ വായിക്കാം. എബ്രായ ലേഖനം 2-ന്റെ 10 എപ്പോഴും പറയുന്ന വേദഭാഗങ്ങൾ തന്നെയായിരുന്നു. സകലത്തിനും ലാക്കും സകലത്തിനും കാരണഭൂതനുമായവൻ അനേകം പുത്രന്മാരെ തേജസ്സിലേക്ക് നടത്തുമ്പോൾ അവരുടെ രക്ഷാനായകനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കുന്നത് യുക്തമായിരുന്നു. ദൈവപുത്രനായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് മനുഷ്യ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ആ കർത്താവിനെ കഷ്ടാനുഭവങ്ങളിലൂടെ തികഞ്ഞവനാക്കുന്നത് പിതാവിന് യുക്തമായിരുന്നെങ്കിൽ ആ കർത്താവിൻ്റെ പാത പിന്തുടരുന്ന ഏതൊരു ഭക്തനും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കണമെന്നുള്ളത് ദൈവത്തിൻ്റെ ഹിതമാണെന്ന് ഇനിയുള്ള ഈ ദുരുപദേശികൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കണം. വചനത്തെ വളച്ചൊടിക്കുന്ന, കോട്ടിക്കളയുന്ന, കൂട്ടുചേർക്കുന്ന കള്ളപ്രവാചകന്മാരും ദുരുപദേഷ്ടകന്മാരും ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കണം. യേശുക്രിസ്തുവിനെ കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കി. അങ്ങനെയെങ്കിൽ ആ ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന ഒരു ഭക്തനെയും കഷ്ടാനുഭവങ്ങളാൽ തികഞ്ഞവനാക്കണം. ഇനി അതിനോട് സമമുള്ളൊരു വേറൊരു വാക്യം വായിക്കാം. 5-ന്റെ 8-9, എബ്രായർ 5-ന്റെ 8-9. പുത്രനെങ്കിലും അനുഭവിച്ച കഷ്ടങ്ങളാൽ അനുസരണം പഠിച്ച് തികഞ്ഞവനായി തന്നെ അനുസരിക്കുന്ന ഏവർക്കും നിത്യരക്ഷയുടെ കാരണഭൂതനായി തീർന്നു. അപ്പൊ ഇവിടെ കർത്താവിന്റെ ഉപദേശത്തെ മറിച്ച് കളയുകയാണ് കഷ്ടത വേണ്ടെന്ന് പറയുന്നവർ. കാരണം പുസ്തകം എടുത്ത് വികലമായി പ്രസംഗിച്ചാൽ കോടികൾ നമുക്ക് സമ്പാദിക്കാൻ കഴിയും. ഈ വേദപുസ്തകത്തെ തിരിച്ചിട്ട് പ്രസംഗിച്ചാൽ കോടികൾ സമ്പാദിക്കാൻ കഴിയും. ഞാനതിന് സാധാരണ പറയുന്ന ഒരു ഉദാഹരണം, നയമാൻ്റെ പിറകെ ഓടിയ ഗേഹസിയെ കുറിച്ച്. പ്രവാചകൻ പറഞ്ഞു, യോർദാൻ നദിയിൽ പോയി മുങ്ങിയിട്ട് അങ്ങ് പൊക്കോണം, ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. 7 പ്രാവശ്യം മുങ്ങോട്ട് വന്നേക്കണം, ഇങ്ങോട്ടൊന്നും വന്നേക്കരുത്. ഇവൻ കെട്ടിപ്പറക്കിക്കൊണ്ട് കുറേ വരുന്നുണ്ട്, അതൊന്നും ദൈവദാസന്മാർക്ക് വേണ്ട. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇതൊന്നും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, ആ വഴി മുങ്ങോട്ട് പൊക്കോണം. കൂടെ നിൽക്കുന്ന ഗേഹസി, കൈക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്ന ഗേഹസി, അവനൊരു പക്ക ദ്രവ്യാഗ്രഹിയാണെന്ന് വചനം പഠിപ്പിക്കുക. ഇന്ന് പലരും അതുപോലെ ദ്രവ്യാഗ്രഹികളാണ്. ശുശ്രൂഷകന്മാരിൽ നല്ലൊരു ശതമാനമൊന്നും വേദനയോടെ ദുഃഖത്തോടെ പറയട്ടെ. അവർക്ക് പൈസ ഇല്ലെങ്കിൽ പ്രസംഗം വരില്ല. ഒരാൾക്ക് 50,000, ഒരാൾക്ക് 30,000, ഒരാൾക്ക് 25,000, ഒരാൾക്ക് അവർ പറയുന്ന റേറ്റ് കൊടുക്കണം അവർക്ക് പ്രസംഗിക്കണമെങ്കിൽ. ഇതെവിടെ നിന്ന് കിട്ടിയ ഉപദേശം എനിക്കറിയത്തില്ല. ഏലിശ പറഞ്ഞു, ഇതൊന്നും എനിക്ക് വേണ്ട, അങ്ങോട്ട് പോയേക്കണം, വേറെ നദിയിൽ മുങ്ങിട്ട് പോയേക്കണം, സൗഖ്യം കിട്ടിക്കോളൂ എന്ന് പറഞ്ഞ് പോയി. എന്നാൽ ഗേഹസി കൂടെ ഈ നയമാന്റെ രഥത്തിന്റെ പിറകെ ഓടിയിട്ട് എന്ത് ചെയ്തു പറഞ്ഞേ? പച്ചക്കള്ളം, കല്ലുവെച്ച നുണ പറഞ്ഞ് ആ നയമാന്റെ നിന്ന് കുറേ സമ്പത്ത് മേടിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വെച്ച് അഴിച്ചു നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ ചോദിക്കാത്തൊരു സാധനം കൂടി കിട്ടി, കുഷ്ഠം. അനുഗ്രഹീതനായ പ്രവാചകന്റെ ശിഷ്യന് കുഷ്ഠം. ഇന്ന് അനേകർ കുഷ്ഠം എന്ന് പറഞ്ഞാൽ പാപത്തിന് നിഴലായിട്ടാണ് പുതിയ നിയമം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ കുഷ്ഠരോഗിയെ ദേവാലയത്തിലോ പരിസരത്തോ ഒന്നും അടുപ്പിക്കത്തില്ല, പാളയത്തിൽ പുറത്തു കൊണ്ടേ തട്ടണം. പുതിയ നിയമത്തിൽ പാപത്തിന് നിഴലാണ്. ദ്രവ്യാഗ്രഹികളായി അനേകർ പാപം ചെയ്ത് ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ട് നിത്യനാശത്തിലേക്ക് പോയ എത്രയോ ചരിത്രങ്ങൾ എനിക്ക് പറയാനുണ്ട്. ദൈവമക്കളെ,